മേനോൻ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് കേട്ടിട്ടില്ലേ? ദൂരെയുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ദൂരെയുള്ളവയെ സ്വാധീനിക്കാനും കഴിയുന്ന ഒരു പ്രതിഭാസം, ടെലികൈനസിസ് അഥവാ സൈക്കോകൈനസിസ് എന്ന് വിളിക്കുന്ന ഈ ഫെനോമിനൻ നിരന്തരമായി പ്രാക്ടീസിലൂടെയും ഏകാഗ്രതയിലൂടെയും നേടിയെടുക്കുന്നതാണ്. ഈവൻ ദോ ഇറ്റ്സ് കോൺട്രവേഴ്ഷ്യൽ, ചില കഴിഞ്ഞകാല സംഭവങ്ങൾ ഇത് ശരിയാണെന്ന് തെളിയിക്കുന്നുണ്ട്. ഇത് പരിശീലിക്കുന്ന ഏതോ വിദ്വാൻ ഈ ചുറ്റുവട്ടത്തിൽ ഉണ്ടെന്നാണ് എന്റെ ഇൻറ്റ്യൂഷൻ പറയുന്നത്. സ്കിപ്പ് യുവർ ഇൻറ്റ്യൂഷൻ. എന്റെ മകളുടെ അവസ്ഥ. ഐ എം കമ്മിങ് ടു ദാറ്റ്. ഇതിനെ ടാക്കിൾ ചെയ്യാൻ പ്രാപ്തനായ ഒരു വ്യക്തിയെ ഒരു 3 വർഷം മുമ്പ് ഒരു പാരസൈക്കോളജിസ്റ്റ് കോൺഫറൻസിൽ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. I'll show you. See. അച്ചോ, ഇത് കണ്ടോ അച്ചോ? ഇത് വെറും ഭ്രാന്തല്ല, മുഴുഭ്രാന്ത. ഭക്ഷണം വെച്ച് വിളമ്പിക്കൊടുത്തതിന് കിട്ടിയ സമ്മാനം അച്ചോ ഇത്. അവൻ ചങ്ങല പൊട്ടിക്കൊന്നുമില്ലല്ലോ. ഹേയ്, എവിടെ? നല്ല പുത്തൻ താഴ്ത്താ പൂട്ടിയിരിക്കുന്ന അച്ചോ. അച്ചോ വേണ്ടട്ടോ. ആരില്ല. ഓ, എനിക്കറിയില്ല. ആരില്ല. ഒന്നുമില്ല, ഞാനിവിടെ നിന്നിരുന്നോട്ടെ. ആരില്ല. ഞങ്ങളൊക്കെ ഇല്ലേ? ആരില്ല. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. അയ്യേ, എന്തിനേ ചങ്ങല? ഞാനിതാ കഴിച്ചേക്കട്ടെ പൗലോസ്. പൗലോസിന് ഇനി ഇതിന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ? പോട്ടെ, എണീക്ക്. എന്റെ കൂടെ വരുന്നോ? എനിക്കും പൗലോസിന് എന്ന പോലെ ആരുമില്ല. വാ, നമുക്കൊരിടം വരെ പോവാം. ഇനി പൗലോസ് 1 മാസം എന്റെ കൂടെ താമസിക്കാൻ പോകുന്നത്. വാ. കാറിൽ പോവാ.
സ്വാമി വന്നോ? സ്വാമിയല്ല, വിഷ്ണു. അല്പം ബഹുമാനം തോന്നുന്നെങ്കിൽ വിഷ്ണു നാരായണെന്ന് വിളിക്കാം. Can I come in? സോറി, പ്ലീസ്. Thank you. Hi, Venu. How's journey? It was fine. Good. Come. പൂജ, എന്നെ മനസ്സിലായോ? That's a puzzle. അതിന് ഉത്തരം പറയുമ്പോ I have a present for you. ഇവരോടൊന്നും ചോദിക്കാൻ ഉത്തരം പറയണം. അതിനിവർക്കും അറിയില്ല ഞാൻ ആരാണെന്ന്. Vishnu, Yeah. do you see any serious problem? പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു ആശ്വാസവാക്കായിരിക്കും. പ്രശ്നമുണ്ട്. പക്ഷെ അത് ഇവിടെ ഉള്ളവർക്കല്ല, മറ്റാർക്കുമാണ്. അതാർക്കാണ്? പ്രശ്നം എന്താണ്? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. താൻ ധൈര്യമായിട്ട് പോയിട്ട് പാടൂ. ഇവരുടെ അംഗരക്ഷകനായി ഞാനുണ്ടാകും ഇവിടെ. Okay, then I'll see you. Okay. Okay? Okay. Bye. ഡോക്ടർ സാറേ, മെഡിക്കൽ ജേർണലിലെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ള തന്റെ ലേഖനത്തിൽ ഫ്യൂഷൻ തെറാപ്പി എന്ന വാക്കിനേക്കാൾ ഐ പ്രിഫർ ഡിസൊല്യൂഷൻ മെക്കാനിസം. Okay. ഇതിപ്പം സ്ഥലം പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രഭാകരൻ സാറിന്റെ കൈവശ. പണ്ട് ഇത് പ്രശസ്തമായൊരു നായർ തറവാട്ടുകാരുടെ വകയായിരുന്നു. 4-5 കൊല്ലം മുമ്പ് ഇവിടെ എന്തൊക്കെയോ അനിഷ്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിനുശേഷം അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ കുട്ടികളാണ് ഇവിടെ ആദ്യമായിട്ട് താമസിക്കാൻ വന്നത്. ഞാൻ വന്നിട്ട് മാസങ്ങളേ ആയുള്ളൂ. പയറ് പോലെ നടന്ന് ഭൂമി കച്ചവടം ചെയ്ത് 4 കാശുണ്ടാക്കിയിരുന്ന എന്നെ ഇവിടെ തളിച്ചിട്ട് പ്രഭാകരൻ സാറിന്റെ പണിയാണ്. സാറിന് ഈ വീടിനെ കുറിച്ച് കൂടുതൽ വല്ലതും അറിയണമെങ്കിൽ ഇതിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു അമ്പലക്കുളമുണ്ട്. അതിന് തെക്ക് ഭാഗത്ത് ഓട് മേഞ്ഞ ഒരു ഒറ്റപ്പെട്ട വീടുണ്ട്. അവിടെ താമസിക്കുന്ന ജാനുമ്മ എന്ന് പറഞ്ഞ സ്ത്രീ പണ്ട് ഇവിടെ ജോലിക്ക് നിന്നിരുന്നു. ശീലമില്ലാത്ത ചെയ്യണ്ട, തല കറങ്ങും. നല്ല വടക്കം പുകയില്ലയാ. അല്ലെങ്കിൽ പോയ കാണുകരുതി ആണെങ്കിലോ അല്പം കുശലം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. മാളികയെന്നാണല്ലേ? ചാത്തന്മാർ ജാനമ്മയ്ക്കെല്ലാം കാട്ടിത്തരും. ചാർട്ടർ സേവ ഉണ്ടല്ലേ? മദ്യസേവയുണ്ട്. നീ മെടുക്കനാണ്, മെടുക്കൻ. കാര്യം എങ്ങനെ കാണുമെന്ന് നിനക്കറിയാം.
ഈ ശിവരാമന് പറയാം. മാളിയേക്കൽ അനന്തൻ തമ്പുരാന്റെയും മാധവി തമ്പുരാട്ടിയുടെയും ഒറ്റ മോനാ ശിവറാം. മാളിക വീടിന്റെ പടിഞ്ഞാറ് വശത്താണ് മന. അനന്തൻ തമ്പുരാന്റെ മരുമോൾ ഊർമിളയും അവരോടൊപ്പമാ വളർന്നത്. ശിവരാമേട്ടൻ ഞാനും ഉണ്ട്. ആടണോ? സൂക്ഷിച്ചു കയറണേ. പിടിച്ചിരുന്നോ? ഊർമിള കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഒരു അപകടത്തിൽ മരിച്ചു. പിന്നീട് അനന്തൻ തമ്പുരാനും ഭാര്യയുമാ അവളെ വളർത്തിയത്. കുട്ടിക്കാലം മുതലേ ഊർമിളയ്ക്ക് ശിവരാമനെയും ശിവരാമന് ഊർമിളയെയും ജീവനായിരുന്നു. കാലം കഴിഞ്ഞപ്പോ ശിവറാം ഇല്ലാത്ത സമയത്ത് അവളുടെ വിവാഹം ബലം പ്രയോഗിച്ച് മറ്റാരോ ആയി നടത്തി. ആ ദുഷ്ടനായ അനന്തൻ അന്നു രാത്രി ഊർമിള ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ആദ്യ രാത്രിയിലെ ദുരന്തം മൂലം ഊർമിളയുടെ ഭർത്താവ് കെട്ടിത്തൂങ്ങി മരിച്ചു. എല്ലാം തുറന്നു പറഞ്ഞാൽ നിങ്ങളുടെ ശിക്ഷയിൽ ഇളവ് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും അറിയില്ല അതിനെക്കുറിച്ച്. എന്ന് പറഞ്ഞാൽ എങ്ങനാ? നിങ്ങൾ കുറെ പോലീസുകാർ വന്ന് ഞങ്ങളെ ഇങ്ങനെ പിന്നെ കേസും കോടതിയും ഒക്കെ ആയി കുറെ കാലം. ഒടുവിൽ അതെല്ലാം അനന്തന്റെ സ്വാധീനത്തിൽ എഴുതി തള്ളി. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. മാധവി തമ്പുരാട്ടി കഴിഞ്ഞ കൊല്ലം മരിച്ചു. പിന്നെ കേട്ടത് അനന്തൻ തമ്പുരാൻ കാശിയിലോ ഹിമാലയത്തിലോ മറ്റോ പോയെന്നാ. ശിവരാമനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. എന്നിട്ട് മദ്യം കഴിഞ്ഞു, കഥയും തീർന്നു. നാളെ പറഞ്ഞേ സാറേ, ഇനി വരുമ്പോ ഒരു വലുതായിക്കോട്ടെ.
ആ